എൻ്റെ ജീവിതത്തിൽ കൃപാസന മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുക കേട്ടോ. എനിക്ക് മൈക്കോ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം അല്ലാതെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാകത്തില്ല, അത് എല്ലാവരിലേക്കും നല്ല രീതിയിൽ എത്തത്തുമില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ എനിക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി, ഞാൻ പോലും ഇതൊക്കെ സംഭവിച്ചോ, ഇതെങ്ങനെ നടന്നേ എന്നുള്ള രീതിക്ക് ഞാനൊക്കെ അത്ഭുതപ്പെട്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ 2023 ഉടമ്പടി എടുത്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് പുതുക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബറിൽ എനിക്ക് പുതുക്കണമായിരുന്നു 2023. അതിന് വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും എനിക്കൊരു ജീവിതാനുഭവം ഉണ്ടായി. ഇത് ഞങ്ങൾ പോയ വഴിക്ക് ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ വേറൊരു വണ്ടിയായിട്ട് ഇടിച്ചിട്ട് അത് കുറച്ച് പോലീസ് കേസൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് പകുതി വഴി വരെ ചെന്നിട്ടും കൃപാസനത്തിലേക്ക് പോകാൻ സാധിച്ചില്ല. പിന്നെ ആ കാര്യം വിട്ടു, പിന്നെ പുതുക്കാൻ പോയില്ല. അതിനുശേഷം കുറേ വർഷങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു, പക്ഷെ പുതുക്കൽ നടക്കത്തില്ലായിരുന്നു. കാരണം ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഞാനും അമ്മയും ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ നാട് കോട്ടയമാണ്. കോട്ടയം കുറച്ച് പാലം അടുത്തായിട്ടാണ് ഞങ്ങളുടെ നാട്. അപ്പോഴും പോക്കുവരവിൻ്റെ പ്രശ്നം കൊണ്ടും രാത്രി പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മെയിൻ ടൗണിൽ വന്നിട്ട് വേറെ വണ്ടി കയറണം. ഞങ്ങൾക്ക് അങ്ങോട്ട് വണ്ടിയും കുറവാണ്. അതുകൊണ്ട് രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ താമസിയൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി പുതുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 2025 ഡിസംബറിലാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിവാഹമാണ് ഉറപ്പിച്ചു. നവംബറിൽ ഉറപ്പിച്ചു, ഫെബ്രുവരി നടത്താമെന്നുള്ള രീതിക്ക്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലോണൊന്നും ആയില്ല. ഞാൻ ഹൈദരാബാദാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ജോലി വിടേണ്ടി വന്നു. കാരണം ലോൺ ആവശ്യത്തിന് വേണ്ടി ഞാൻ തന്നെ നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കെൻ്റെ ജോലിയിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കല്യാണം ഫെബ്രുവരിയിൽ വാക്ക് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് തന്നെ നടത്തണം. കാരണം ഞങ്ങൾക്ക് പൈസ ഇല്ല, കല്യാണം നടക്കില്ല. കാരണം എൻ്റെ ചേട്ടൻ എന്നെ കഴിഞ്ഞ് 10 വയസ്സ് മൂത്ത, ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കതൊന്നും നടത്താനുള്ള കഴിവില്ല എന്നുള്ളൊരു സംസാരം ബന്ധുക്കൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ചപ്പോഴും എനിക്ക് സ്വർണ്ണമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ സ്വർണ്ണം ഉണ്ട്, പക്ഷെ അതൊക്കെ പണയം വെച്ചേക്കുവാന്ന് എല്ലാവർക്കും അറിയാം, ഓരോ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടും. പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ശരിക്കും ഡൗൺ ആയി പോയായിരുന്നു. അപ്പോഴേക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ കല്യാണം നടത്തൂല, ഒരു തരം സ്വർണ്ണം പോലും കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ ആയി. സ്ത്രീധനമൊന്നും കിട്ടത്തില്ല എന്നുള്ളവരെ എൻ്റെ കെട്ടാനിരിക്കുന്ന ആളുടെയൊക്കെ വീട്ടിലൊക്കെ ഞങ്ങളുടെ ബന്ധുക്കൾ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു വഴിയില്ല. അപ്പോൾ ഡിസംബർ 15 2025 ഡിസംബർ 15 ഞാനും അമ്മയും കൂടെ പോയിട്ട് ഉടമ്പടി പുതുക്കി. അപ്പോൾ നമ്മളിങ്ങനെ പുതുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന അവിടെ ആ ഹോളിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ മോളുടെ നിയോഗം. അപ്പോൾ ആ ചേച്ചി തന്നെ എൻ്റെ അവിടെ ആ ക്ലാസ്സിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന പുള്ളിക്കാരി. അപ്പോൾ ആ ചേച്ചി ഇറ്റലിയിൽ എന്തോ വർക്ക് ചെയ്യുക. അപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോൾക്ക് എന്താ നിയോഗം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണം. അപ്പോൾ ഇതുവരെ പൈസയൊന്നും ആയിട്ടില്ല, കുറേ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി കിടക്കുക, ഇപ്പോൾ ലോണൊക്കെ ശരിയാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗം വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ചേച്ചിയാണെങ്കിൽ ഞങ്ങളവിടെ മറ്റേ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ നിൽക്കത്തില്ലേ, അത് നമ്മുടെ പേപ്പറൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ട്, ആ സമയത്ത് ആ ചേച്ചി എൻ്റെ പുറകിലാണ് നിന്ന്. എന്നിട്ട് പുള്ളിക്കാരി എന്നെ തോണ്ടിയിട്ടാണെങ്കിലും എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ വെച്ചു തന്നു. എനിക്ക് മേടിക്കാൻ വേണ്ടി മടിയാണ്. ഞാനങ്ങനെ ആരെങ്കിലും വീട്ടുകാർ പോലും തന്നെ എനിക്ക് അങ്ങനെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ ചേച്ചി എൻ്റെ കയ്യിലേക്ക് 1000 രൂപ വെച്ച് തന്നിട്ട് പറഞ്ഞു, മോളുടെ കല്യാണമൊക്കെ നന്നായിട്ട് നടത്തും, ഒരു സാമ്പത്തിക തടസ്സം പോലും ഇല്ലാതെ കറക്റ്റ് സമയത്ത് വിചാരിക്കുന്നതൊക്കെ നന്നായിട്ട് നടക്കുമെന്ന് പറഞ്ഞു. എനിക്ക് മേടിക്കാൻ മടിയായിരുന്നു, എന്നാലും കുറേ ആൾക്കാർ കൂടി നിൽക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മേടിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഉടമ്പടി പ്രദക്ഷിണത്തിന് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ആ ചേച്ചീനെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മയോട് മാത്രമേ പറഞ്ഞോളൂ, ഞങ്ങൾ പിന്നെ വേറെ ആരോടും അത് ആ സമയത്തൊന്നും പറയാൻ നിന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലോണിൻ്റെ എല്ലാം ശരിയായി. ആ മാസം തന്നെ ഡിസംബർ തീരുന്നതിന് മുമ്പ് ലോണിൻ്റെ ഒക്കെ അപ്രൂവായി. പക്ഷെ അവർ പറഞ്ഞു കല്യാണത്തിൻ്റെ അന്നേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. കല്യാണത്തിനോടനുബന്ധിച്ച് ഒത്തുകല്യാണം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തുകല്യാണവും എൻ്റെ കെട്ടുകല്യാണവും തമ്മിൽ 2 ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരി 12 ഒത്തുകല്യാണവും ഫെബ്രുവരി 11 ഒത്തുകല്യാണവും 14 കെട്ടുകല്യാണവും. അപ്പോൾ ഒത്തുകല്യാണം കഴിഞ്ഞേ കിട്ടുള്ളൂ, അങ്ങനെ തരാൻ പറ്റത്തുള്ളൂ. കാരണം
ഇതിന് മുമ്പും പല കേസുകളിൽ ഒത്തുകല്യാണത്തിന് മുമ്പ് കൊടുത്തിട്ട് ചിലപ്പോൾ കല്യാണം നടക്കാതെ പോയിട്ട് ഇതൊക്കെ കേസിൽ പെട്ടുപോയ ഇതൊക്കെ ഉണ്ടെന്ന് അവിടുന്ന് അവർ പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ ഒരു പൈസ ഇല്ല, എന്നാലും ഞങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങി. ഓരോ കാര്യത്തിന് ഞങ്ങൾ ഇറങ്ങുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നത്, മാതാവിന് സമർപ്പിച്ച് ഞാൻ ഇറങ്ങിക്കൊണ്ട്. ഞാൻ എല്ലാ ദിവസവും കൊന്ത അത് അഖണ്ഡ ജപമാലയായിട്ട് ചൊല്ലും. എൻ്റെ ഇടവപ്പള്ളിയിൽ പോയിരുന്ന് നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ കൊന്ത ചൊല്ലും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു വന്നു. എന്നാലും ഞങ്ങൾക്ക് പേടിയെന്ന് വെച്ചാൽ ജനുവരി ലാസ്റ്റ് ആവുക, പിന്നെ 2 ആഴ്ചയും കൂടി ഒരു കല്യാണത്തിന്. സ്വർണ്ണമൊക്കെ എടുത്തിട്ടില്ല, കാരണം ലോണിൻ്റെ ഒന്നും ആയില്ല. ലോണായാൽ മാത്രമേ സ്വർണ്ണമൊക്കെ എടുക്കാൻ നടക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഇട്ട് വിളിച്ചു ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഒത്തുകല്യാണത്തിന് ശേഷം തരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇവിടെ റൂളില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം ജനുവരി 28 ആയപ്പോഴത്തേക്ക് എനിക്ക് ലോണാണ് അനുവദിച്ചു. പിറ്റേ ദിവസം പോയി തന്നെ ഞങ്ങൾ സ്വർണ്ണമൊക്കെ എടുത്ത് എൻ്റെ കല്യാണത്തിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും കാശ് പല ബുദ്ധിമുട്ടുകളായിരുന്നു. പല ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ പല ബുദ്ധിമുട്ടുകൾ. എങ്ങനെ നടക്കുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും, ദൈവമേ നാളെ അവർക്ക് ഈ പൈസ കൊടുക്കണമല്ലോ, കാറ്ററിംഗുകാർക്ക് ഇത് കൊടുക്കണമല്ലോ, പന്തലിടാൻ വരുന്നവർക്ക് അഡ്വാൻസ് ഇത്ര കൊടുക്കണമല്ലോ, പിന്നെ ഡ്രസ്സ് എടുക്കുന്നിടത്ത്. പക്ഷേ കറക്റ്റ് സമയത്ത് നമ്മളെ സഹായിക്കാൻ ഒരാളെ മാതാവ് വിടുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പൈസ പോലും ഇല്ലാതെ തുടങ്ങി വെച്ചത് കറക്റ്റ് സമയമായപ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾ വിളിച്ച ആൾക്കാരൊക്കെ വന്നു, സഹകരിച്ചു. ഏറ്റവും മനോഹരമായി തന്നെ എൻ്റെ വിവാഹം നടന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരാവശ്യം ഞങ്ങൾക്ക് വന്നു. അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ, കാരണം സ്വർണ്ണത്തിനൊക്കെ പൈസ കൊടുത്തു, എല്ലാ കാര്യത്തിനും പൈസ കൊടുത്തിട്ട് പെട്ടെന്നൊരാവശ്യം വന്നപ്പോഴത്തേക്കും പൈസ എങ്ങനെ ആകുമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു വീട്ടിലെ ചേട്ടനും ചേച്ചിയും വന്നിട്ട് കുറച്ച് രൂപ കയ്യിലേക്ക് തന്നു. അങ്ങനെ പല വഴി മാതാവ് എന്നെ സഹായിച്ചു. എങ്ങനെ കല്യാണം നടക്കും എന്ന് വിചാരിച്ചിരുന്നിടത്തു നിന്ന് ഏറ്റവും മനോഹരമായിട്ട് തന്നെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് നടന്നെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം സത്യമായിട്ട് ഞാൻ പറയും, 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ നടന്നൊരു മുന്നോട്ടിറങ്ങിയ കല്യാണം. പക്ഷേ മാതാവിനെ മാത്രം വിശ്വസിച്ച് ഞാൻ ഇറങ്ങിയ കല്യാണം അത് നന്നായിട്ട് നടത്താൻ സാധിച്ചു. ആർക്കും ഒരു പരാതിയില്ലാതെ ഫുഡും എല്ലാ സംഭവങ്ങളും ഏറ്റവും മനോഹരമായിട്ട് തന്നെ നടന്നു. സമയത്ത് സ്വർണ്ണമായി. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു നെക്ലസ് വേണമെന്നൊക്കെ. ആ നെക്ലസ്സൊക്കെ എടുക്കാൻ വേണ്ടി സാധിച്ചു. ദൈവം എല്ലാം കറക്റ്റ് സമയത്ത് ഒരുക്കി തന്നു എന്നുള്ളതാണ്. അത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ വിശുദ്ധരെ ഏൽപ്പിച്ചിരുന്നു. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം ഈ ഒരു വിശുദ്ധൻ, ഡ്രസ്സ് അന്തോണിസ് പുണ്യാളൻ, പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരോ വിശുദ്ധരെ ഏൽപ്പിച്ച് അവരോട് ഞാൻ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചാണ് എൻ്റെ കല്യാണം വളരെ മനോഹരമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ. എല്ലാവർക്കും അത്ഭുതമായിരുന്നു എങ്ങനെ നടന്നു എന്നുള്ളത്. കാരണം ഞങ്ങളുടെ കുടുംബക്കാരിൽ ഇച്ചിരി പൈസ കുറഞ്ഞ ആൾക്കാർ ഞങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. ഇതെങ്ങനെ നടക്കാനാ, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. അങ്ങനെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണ് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് 8 വർഷമായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില ആളുകളുടെ വായിൽ നിന്ന് ചില സംസാരം, അവൾ തന്നെ ഉണ്ടാക്കിയ കല്യാണം അവൾ തന്നെ അങ്ങ് നടത്തട്ടെ, നമ്മൾ ഇറക്കി കയറി കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ പൈസ മുടക്കേണ്ടി വരും. പക്ഷേ ഞാൻ എൻ്റെ മാതാവിനെ കൂട്ടുപിടിച്ച് ആ മാതാവിനെ മുന്നിൽ നിർത്തിയ കല്യാണം നന്നായിട്ട് നടന്നു. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരും. നമ്മളെ പലരും തളർത്താൻ വേണ്ടിയിട്ട് നോക്കും. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പോലും നമുക്കറിയത്തില്ലാത്തൊരു സന്ദർഭങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ദൈവത്തിൽ വിശ്വസിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. നമ്മളെ എടുത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. അതുപോലെ ലോണിൻ്റെ കാര്യത്തിന് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ എനിക്ക് വില്ലേജ് ഓഫീസ് സത്യം പറഞ്ഞാൽ കയറാൻ എനിക്ക് പേടിയാണ്. കാരണം പല നൂലാമാലകളും കുറേ സർട്ടിഫിക്കറ്റൊക്കെ പറയുന്ന സ്ഥലമാണ് വില്ലേജ് ഓഫീസ്. പക്ഷെ അവിടെയെല്ലാം മാതാവ് പെട്ടെന്ന് കാര്യങ്ങൾ, വില്ലേജ് ഓഫീസർ ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തന്നേക്കാം, പ്രശ്നമൊന്നുമില്ല, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവ് ഇങ്ങനെ സ്മൂത്താക്കിക്കൊണ്ട് നടന്നു. പക്ഷെ അത്
എല്ലാ ദിവസവും ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. എന്നെ പറയേണ്ടത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പള്ളിയിൽ ചെന്നപ്പോൾ ഓഡിറ്റോറിയത്തിനാണെങ്കിലും പകുതി പൈസ കൊടുത്താൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്കറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. അതൊന്നും എനിക്കറിയാം, കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാവരുടെയും അവസാനത്തെ ഒരു സങ്കേതമാണ് കൃപാസനം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. നമ്മളൊന്ന് പറഞ്ഞാൽ മതി, ആ കാര്യം അമ്മ പിന്നെ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ചുമ്മാ നിരാശപ്പെട്ട് ഇനി എങ്ങനെ പോകും എന്നൊക്കെ ഓർത്തിട്ട് ഇരിക്കുന്ന എല്ലാവരും അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മ ആരെയും കൈവിടത്തില്ല, അതെൻ്റെ ഉറപ്പാണ്.